പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 11 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ റിവൈവൽ ഫെസ്റ്റിവലിൻ്റെ 3-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗ്ഗ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആമേൻ, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നമ്മളെ നടത്തുന്ന കർത്താവിന് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട് എന്നുള്ള തിരുവഴുത്ത് പ്രകാരം ഉല്ലാസത്തോടെ ജയത്തോടെ ഇന്ന് പകൽക്കാലം നമ്മളെ നടത്തുന്ന കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി, അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്ക് സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. നമുക്കും ഈ പകൽക്കാലം കർത്താവിൻ്റെ ആ വിശ്വസ്തതയെ, നമ്മളോടുള്ള സ്നേഹത്തെ, നമ്മളോടുള്ള കരുണയൊക്കെ നമുക്ക് വർണ്ണിക്കാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഓർമ്മേൻ ആമേൻ ആമേൻ. ഒരുമിച്ച് കൈകൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് പകൽക്കാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവം ഓരോരുത്തരെയും സന്ദർശിക്കുന്ന ഒരു പകൽക്കാലമായിരിക്കാൽ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അങ്ങ് സന്ദർശിക്കുന്ന ഒരു പകൽക്കാലമാകിയാൽ സ്തോത്രം. അങ്ങ് സന്ദർശിച്ച് അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന പകൽക്കാലമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ഡിവൈൻ വിസിറ്റേഷൻ ഈ കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ഡിവൈൻ വിസിറ്റേഷൻ ഉണ്ടാകട്ടെ. ആമേൻ. സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവിക ഇടപെടൽ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതിന് സ്തോത്രം. ആമേൻ. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണമായ സ്വസ്ഥതയും സമാധാനവും ദൈവിക രോഗശാന്തിയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ. യൂട്രസിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അമേൻ അമേൻ. ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുന്നവർ ഈ പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കട്ടെ. നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വഴികൾ തുറക്കുന്ന കർത്താവിന് സ്തോത്രം. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി തൻ്റെ മക്കൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ നാമത്തിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ലോകവ്യാപകമായി കർത്താവിന് വേല ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേൻ. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ഉണർവിൻ്റെ കാറ്റ് വീശട്ടെ. വലിയ ആത്മമാരി ഈ ഭൂമിയിൽ പെയ്തിറങ്ങുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് അമേൻ അമേൻ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ മീറ്റിങ്ങിൽ വലിയ ആത്മചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന വർഷം നമ്മുടെ ഹീലിംഗ് ആൻഡ് റിവൈവൽ ഫെസ്റ്റിവലിൻ്റെ 3-ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 2 ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. ഈ 3-ാം ദിവസവും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് രാത്രി ഇന്ത്യൻ സമയം 9:30-ക്കാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ.
ഇന്ന് പ്രഭാതത്തിൽ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ചോദ്യം 1. 2, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ചോദ്യം 2. അടുത്ത ചോദ്യം, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അടുത്തത്, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? സ്തോത്രം. സുവിശേഷത്തിൻ്റെ ആവശ്യകതയെ അല്ലെങ്കിൽ അർജൻസിയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവരെ, ലോക സംഭവങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്, നാം നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഓരോ ദൈവവൈതലും ജീവിക്കുന്നത്. നമ്മൾ കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയുന്നവരായിരിക്കണം. ലോകത്തിലെ സംഭവങ്ങൾ ദൈവവചനവുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവമക്കൾ ബോധമില്ലാതല്ല ഭൂമിയിൽ ജീവിക്കേണ്ടത്. ദൈവമക്കൾ കാലങ്ങളെ സമയങ്ങളെ തിരിച്ചറിഞ്ഞു വേണം ഭൂമിയിൽ ജീവിക്കുവാൻ. അപ്പോൾ നമുക്കറിയാം, വളരെ ഷോർട്ട് ടൈമാണ് ഇനിയും കർത്താവിൻ്റെ വരവിനുള്ളത്. വളരെ വേഗത്തിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ കർത്താവ് തൻ്റെ സഭയെ വളരെ വേഗത്തിൽ എടുക്കുമെന്നൊരു വിശ്വാസം നമുക്ക് ഈ ലോകത്തിൽ നോക്കുമ്പോൾ, വേദപുസ്തകവുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ പ്രത്യേക സീസണിൽ അല്ലെങ്കിൽ ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ അർജൻസി ഭയങ്കരമാണ്. അവിടെ ചോദിക്കുന്നു, എന്നാൽ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതിൻ്റെ 13-ാമത്തെ വാക്യം എന്താ? കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, അവർ നിത്യതയ്ക്ക് അവകാശികളായിത്തീരും. അവർ കൈവിടപ്പെട്ടു പോകാതെ നിത്യരക്ഷയ്ക്ക് അവകാശികളായിത്തീരും. അവർ കാഹളത്തിൽ എടുക്കപ്പെടും. എന്നിട്ടാണ് 14-ാമത്തെ വാക്യത്തിൽ ചോദിച്ചത്, എന്നാൽ വിശ്വസിക്കാത്തവൻ അവർക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിശ്വസിക്കും? വിളിച്ചപേക്ഷിക്കും. കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ എത്രയോ ഇടങ്ങളിൽ കർത്താവിൻ്റെ ആദ്യത്തെ വരവ് അറിയാത്ത എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കിടക്കുക. അപ്പോൾ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? ഗ്രാമങ്ങളിൽ മാത്രമല്ല, പല ദേശങ്ങളിൽ അപ്പം അവരോട് ഈ കർത്താവിൻ്റെ വരവ്, ഈ വരവിലൂടെ കർത്താവ് എന്താ ചെയ്തത്, ക്രൂശിലെ മരണം, ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ എങ്ങനെ അവർ കേൾക്കും? അപ്പോൾ കേൾക്കണം. കേട്ടെങ്കിലല്ല അവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. വിശ്വസിച്ചെങ്കിലല്ല അവർക്ക് വിളിച്ചപേക്ഷിക്കാൻ പറ്റുള്ളൂ. പ്രിയ സഹോദര, ഇത് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, പ്രിയ സഹോദരി, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളിത് കേൾക്കുന്നെങ്കിൽ യാദൃച്ഛികമായി കേൾക്കുകയല്ല. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ഒരു സുവിശേഷക അല്ലെങ്കിൽ സുവിശേഷകൻ എന്ന ബോധ്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വീണ്ടും തരികയാണ്. നിങ്ങളായിരിക്കുന്നിടത്തെ സുവിശേഷകൻ അല്ലെങ്കിൽ സുവിശേഷക അത് തിരിച്ചറിയണം. ആ ഒരു സുവിശേഷകൻ്റെ ജോലി നിറപടിയായി ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, സുവിശേഷത്തെ അറിയിക്കുന്നവരായി തീരുക. നമുക്ക് ലഭിച്ച ആ വലിയ രക്ഷയെ, നമുക്ക് ലഭിച്ച ആ വലിയ സൗഭാഗ്യത്തെ, നമുക്ക് ലഭിച്ച ആ നിത്യമായ സന്തോഷത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ നമ്മൾ തയ്യാറാകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, നമ്മളെപ്പോഴും നമ്മുടെ വിടുതൽ മാത്രം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗഖ്യം, നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം, ഇത് മാത്രം ചിന്തിച്ച് ഈ ഭൂമിയിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ഒരു കാര്യം ഓർത്തോണം, കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ചെയ്ത പ്രവൃത്തികൾക്ക് മാത്രമാണ് പ്രതിഫലം നമുക്ക് അവിടെ നൽകുന്നത്. അതുകൊണ്ട് ആ പ്രതിഫലം പ്രാപിക്കത്തക്ക വിധത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കണം. അത് ഇന്ന് പ്രഭാതത്തിൽ ഓരോ ദൈവമക്കളും യേശുക്രിസ്തുവിനെ രക്ഷാനിർണയം പ്രാപിച്ച ഓരോ ദൈവ പൈതലിൻ്റെയും വലിയ ഉത്തരവാദിത്തമാണ് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ടേക്ക് യുവർ റെസ്പോൺസ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ നിങ്ങൾ എടുക്കുക, ഉത്തരവാദിത്തത്തിലേക്ക് കയറി വരിക, ആ ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു സുവിശേഷക എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.